ദുഃഖവാർത്ത. ചിരിയുടെ ഒരു വലിയ ലോകം ബാക്കിയാക്കി തിരശീലയിലെ വർണ്ണങ്ങളെ എല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് സുധീഷ് യാത്രയായിരിക്കുന്നു. പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റും സംവിധായകനുമായ സുധീഷ് കൈവേലി മറ്റുള്ളവരെ മനോഹരമായി ഒരുക്കാൻ സ്വന്തം ജീവിതം മാറ്റിവെച്ച ആ കൈകൾ പിന്നീട് ക്യാമറയ്ക്ക് പിന്നിൽ മാജിക് കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് മലയാളികൾ അദ്ദേഹത്തിലെ യഥാർത്ഥ പ്രതിഭയെ തിരിച്ചറിഞ്ഞത്. ആ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വേദനയിലാണ് ഇന്ന് സിനിമാ പ്രേമികൾ. വെറുമൊരു മേക്കപ്പ് മാൻ എന്ന ലേബലിൽ ഒതുങ്ങാൻ സുധീഷ് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. നാട്ടിൻ പുറത്തെ തനത് നർമ്മങ്ങൾ കോർത്തിണക്കി അദ്ദേഹം ഒരുക്കിയ കോബ്ര ടീ എന്ന മിനി വെബ് സീരീസ് യൂട്യൂബിൽ തരംഗമായിരുന്നു. എന്നാൽ അതിലുമപ്പുറം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട പറ്റ്, നോവ്, ഗൃഹപാഠം തുടങ്ങിയ മനോഹരമായ ഹ്രസ്വചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് തൊടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തമാശകൾ മാത്രമല്ല, ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളും തന്റെ ഫ്രെയിമിലൂടെ പകർത്താൻ സുധീഷിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത പുറത്തു വന്നപ്പോൾ സിനിമാ മേഖലയിലെ വലിയ ഒരു കൂട്ടായ്മയായ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയത്. അണിയറയിലെ ഒരു സാധാരണക്കാരനിൽ നിന്നും സ്വന്തം കഴിവുകൊണ്ട് സംവിധായകന്റെ കസേരയിലേക്ക് ഉയർന്നു വന്ന സുധീഷിന്റെ വളർച്ച പലർക്കും പ്രചോദനമാണ്. കോഴിക്കോട് കൈവേലിയിലെ മാതൃഗൃഹത്തിൽ വെച്ച് നടന്ന സംസ്കാര ചടങ്ങുകളിൽ സിനിമാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് കണ്ണീരോടെ അദ്ദേഹത്തിന് വിട നൽകിയത്. സുധീഷ് കൈവേലി എന്ന പേര് ഡിജിറ്റൽ ലോകത്ത് എന്നും സജീവമായിരിക്കും. കാരണം അദ്ദേഹം ചെയ്തു വെച്ച നല്ല വർക്കുകൾ കാരണം. അദ്ദേഹം സമ്മാനിച്ച കോബ്രാട്ടിയും മറ്റും മലയാളികൾ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും. സുധീഷിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. ഈ പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തൂ. സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഫോളോ ചെയ്യൂ. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.